പുഴുങ്ങിയ മുട്ട കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ യെല്ലോ പാർട്ടും വൈറ്റ് പാർട്ടും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ യെല്ലോ പാർട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് മാറ്റുകയാണ്. ഇതൊരു പോർട്ടബിൾ ബ്ലെൻഡറാണ് കേട്ടോ. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലെൻഡറാണ്. നമുക്ക് പുറത്ത് പോകുമ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും ചെറിയ മക്കളുള്ള അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡറാണ് കേട്ടോ. ഇത് ഫാക്ട് സ്റ്റോർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലിതാ ഇതുപോലെ 2 ജാറുകളാണ് കേട്ടോ വരുന്നത്. ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്പ് വെച്ചിട്ട് അടിച്ച് ഒരു ബോട്ടിലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഞാനത് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് ആണെങ്കിലും ബീറ്റ്റൂട്ട് ആണെങ്കിലും അങ്ങനെയുള്ള എത്ര ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസും നമുക്കിത് വെച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതുപോലൊരു സി ടൈപ്പിലുള്ള കേബിളും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ചാർജ് ചെയ്താൽ മതി. തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ലപോലെ യൂസ്ഫുള്ളായി. നമ്മളിതിന് മുമ്പൊരു പോർട്ടബിൾ ബ്ലെൻഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും അടിപൊളിയായിട്ട് തോന്നി കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മുടെ കോഴിമുട്ടയുടെ മഞ്ഞ നമ്മൾ ബ്ലെൻഡറിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് മയോണൈസോ അല്ലെങ്കിൽ പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ലൂസാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്ത് ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയും കുറച്ച് ബ്രെഡ് ക്രംസും കോഴിമുട്ട ഉപ്പ് ചേർത്തൊന്ന് ബീറ്റ് ചെയ്തതും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുട്ടയുടെ വെള്ളം എടുത്ത് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് നമുക്കിത് ഓരോന്നും അങ്ങനെ ചെയ്ത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. കോഴിമുട്ട ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയിലിടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഓരോന്നും ഇതുപോലെ കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോഴും ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ആയതുകൊണ്ട് കുക്കാവാനൊന്നുമില്ലല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗം കളർ മാറി വരും. ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. പിന്നെ നല്ലപോലെ ഇത് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഫ്രൈ ചെയ്ത സ്നാക്സ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ക്രീം നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നോമ്പ് തുറക്കുമ്പോൾ വെറൈറ്റി സ്നാക്സൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്